ഞാനത് ഇന്നിവിടെ ഒരു വറുത്ത് പുരട്ടി വെക്കാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കുരുമുളകിൻ്റെ കതിര്, 5-6 കഷ്ണം ചെറിയുള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് മാറ്റുകയാകാവൂ. അത് ഇച്ചിരി ഒരു ഞുള്ളു മല്ലിപ്പൊടി, ഒരു ഞുള്ളു ഉലുവാപ്പൊടി, രണ്ട് ചെറിയ സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഇത്ര ഉപ്പും കൂടെ ചേർത്ത് ഒന്നിച്ച് ചതച്ച് വാരിയെടുക്കാം. ഞാൻ ആ മീൻ ചതച്ചതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇത്രയും പിഴിപുളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഉടയ്ക്കാൻ പോവാണ്. നമ്മളെല്ലാം കൂടെ ഒന്ന് ചതച്ച് വാരിയതിൻ്റെയാണ്. ഇതെല്ലാം കൂടെ ഞാൻ ഈ ചീനച്ചട്ടിയിലോട്ട് ഇടാൻ പോവാം. ഈ ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഇതും കൂടെ അതിനകത്ത് ഒഴിക്കുക. ഇതിനകത്തോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഈ മീൻ ക്ലീനാക്കി വെച്ച മീൻ അതിലോട്ട് വാരിയിടുക. നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. കറിവേപ്പില നേരത്തെ അരച്ചതാണ്. ഒരു ഇത്തിരി കരിവേപ്പിലയും കൂടെ നുള്ളിയിടുക. നമുക്ക് സ്റ്റവ് കത്തിച്ച് നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഒന്ന് മൂടി വെക്കാൻ പോവുക. വേഗട്ടെ. നമ്മുടെ കൊച്ചുമത്തി പുരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കൊച്ചുമത്തി വറുത്ത് മൊരിച്ച് പുരട്ടി വെക്കുന്നതിൽ നല്ലതാണ് പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ പുരട്ടി വെക്കുന്നത്. അതിനകത്തോട്ട് ഞാനൊരു 2 കറിവേപ്പിലയും കൂടെ ഇടാൻ പോകുന്നു. ഇവിടെയുള്ള കരിവേപ്പിലയാണ് ഇവിടെ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. അതാണ് ഈ കരിവേപ്പിലയൊക്കെ പിച്ചിടുന്നത്. ഒരു ശകല എണ്ണയും കൂടെ ഒഴിക്കാം. ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഇതുപോലെ വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. നല്ലതാണ്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.